സാറേ, വിദ്യാഭ്യാസ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പിന്നോക്കമാണെങ്കിൽ കേന്ദ്ര സർക്കാർ ബജറ്റിൽ കൂടുതൽ വകയിരുത്തിയതിനെ പണം മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞ ഇതിനെ വളച്ചൊടിച്ച് വലിയ രീതിയിൽ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സത്യത്തിൽ ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ജോർജ് കുര്യൻ പറഞ്ഞതാണ് ശരി. അതായത് ഈ ബീഹാറിനും ആന്ധ്രയ്ക്കും എന്തുകൊണ്ട് കൂടുതൽ കൊടുക്കുന്നു, ബീഹാറിൻ്റെ പേര് മാത്രമേ കേന്ദ്ര ബജറ്റിൽ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകളിലൊക്കെ ഞാൻ ഭീകരമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. അത് ഈ ചാനലിലെ പ്രവർത്തകർക്ക് ബുദ്ധിയോ വിവരമോ ഇല്ലാഞ്ഞിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബജറ്റ് സാധാരണ അവതരിപ്പിക്കുമല്ലോ, ബജറ്റിൻ്റെ അനുബന്ധമുണ്ട്, അനക്ഷർ. ആ അനക്ഷറിൽ കേരളത്തിന് എന്തൊക്കെ കിട്ടി എന്നുള്ളത് ആ അനക്ഷറിൽ. ഞാനിന്ന് മനോരമ നോക്കിയപ്പോഴും കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങൾക്കും എത്രയാണ് കിട്ടിയെന്നുള്ളത് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളില്ലേ, ഈ ഫാക്ട് തുടങ്ങി, സാധാരണഗതിയിൽ പത്രങ്ങളിലൊക്കെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ എത്ര നീക്കിവെച്ചു ബജറ്റിൽ എന്നുള്ളത് സാധാരണ ഒരു വാർത്തയായിട്ട് വരാറുണ്ട്. അത് ബജറ്റിൽ വായിക്കുകയല്ല ചെയ്യുക. ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ഉണ്ടല്ലോ, അത് അനക്ഷറിൽ പറഞ്ഞിട്ടുണ്ടാവും, അനുബന്ധം. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് കിട്ടിയതെന്ന് അതിൽ നിന്നുമാണ് മനസ്സിലാക്കുക. അത് അനുബന്ധ രേഖകൾ നോക്കണം ബജറ്റിൻ്റെ. അത് നിർമ്മല സീതാരാമൻ 1.25 മണിക്കൂർ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളല്ല ഓരോ സ്ഥാപനങ്ങൾക്കും. അപ്പോൾ കേരളത്തിന് എല്ലാ കൊല്ലവും എത്രയാണോ, എത്ര കോടിയാണോ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നത് അത് അനുബന്ധ ഭാഗത്ത് ഉണ്ടാവും. അത് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല പ്രധാനപ്പെട്ട പത്രത്തിൽ ഇത്തവണ. പക്ഷെ പ്രത്യേക പാക്കേജ് ബജറ്റിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പിണറായി വിജയനും കെ എൻ ബാലഗോപാലും ഒക്കെ പറയുന്നത് ആത്മവഞ്ചനയും ജനവഞ്ചനയുമാണ്. അങ്ങനെ ഒരു പാക്കേജ് കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിക്കാനായിട്ട് ഒരു ന്യായവും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധനകാര്യ കമ്മീഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ 14th ഫിനാൻസ് കമ്മീഷൻ, പിന്നെ 15th, ഇവര് ഇതെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള ഒരു ഗ്രഡേഷൻ ഉണ്ട് ധനകാര്യ കമ്മീഷനുകൾക്ക്. ആ ധനകാര്യ കമ്മീഷനുകളിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കാറുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്, SCS എന്ന് പറയും. ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, പിന്നെ ഹില്ലി സ്റ്റേറ്റ്സ്, മലമ്പ്രദേശ് ആ ഭാഗത്തുള്ള, അത് ഈ ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, പിന്നെ 7 രാജ്യം മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ നോർത്ത് ഈസ്റ്റ്, അതെ, സപ്ത സഹോദരിമാർ. ആ സംസ്ഥാനങ്ങളെയാണ് ധനകാര്യ കമ്മീഷനുകൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസിൽ പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങൾ. അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന അവർക്ക് മാത്രമാണ്. അത് 14, 15 ഒക്കെ അവസാനത്തെ ധനകാര്യ കമ്മീഷനുകൾ വരെ അങ്ങനെയാണ്. ബാക്കി സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പെടുത്താത്തത് കൊണ്ട് പ്രത്യേക പാക്കേജുകൾ ചില സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് ആ കാരണങ്ങൾ കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞാൽ വരും. ആ പ്രത്യേക പാക്കേജ് ആന്ധ്രയ്ക്ക് കിട്ടി കഴിഞ്ഞ കൊല്ലം. കഴിഞ്ഞ ബജറ്റിൽ 15,000 കോടി രൂപ നിർമ്മല സീതാരാമൻ ആന്ധ്രയ്ക്ക് നീക്കിവെച്ചിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ആന്ധ്ര വിഭജിച്ചല്ലോ, മൻമോഹൻ സിംഗിന്റെ ഒക്കെ കാലത്ത്, മറ്റേ തെലങ്കാനയും ആയിട്ട്. അത് ചന്ദ്രശേഖര റാവുവിന്റെ സഖ്യം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടൊക്കെ ചെയ്തതാണത്. ഒരു ധൃതിയിൽ വളരെ തിരക്കിട്ട് നടപടി അവസാന മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ ചെയ്തതാണ്. അന്ന് ഈ 2014 അത് ചെയ്യുമ്പോൾ ഈ റീഓർഗനൈസേഷൻ ആക്ട് 2014 ആന്ധ്രയ്ക്ക് ഉണ്ടായിരുന്നു. മാർച്ച് 1 2014 പ്രഖ്യാപിച്ച റീഓർഗനൈസേഷൻ ആക്ട്. ആ റീഓർഗനൈസേഷൻ ആക്ട് കേന്ദ്ര കോൺഗ്രസ് സർക്കാർ റീഓർഗനൈസേഷൻ ഉണ്ടാക്കിയപ്പോൾ, പുനഃസംഘടനാ നിയമം ആന്ധ്ര ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഈ സ്പെഷ്യൽ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞില്ല. ആന്ധ്രയ്ക്ക് അമരാവതി എന്ന് പറഞ്ഞൊരു തലസ്ഥാനം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ചന്ദ്രബാബു നായിഡു ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അമരാവതി എടുത്തിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു പുതിയ സംസ്ഥാനം ഉണ്ടായി കഴിയുമ്പോൾ പുതിയ തലസ്ഥാനം ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അത് ന്യായമായ ആവശ്യങ്ങളാണ്. തീർച്ചയായിട്ടും അങ്ങനെ
ചന്ദ്രബാബു നായിഡു ഒരു നിവേദനം കേന്ദ്രത്തിന് കൊടുത്തിരുന്നു. പുതിയ സംസ്ഥാനം അമരാവതി ഒരു തലസ്ഥാനമായിട്ട് വികസിപ്പിക്കണം, ഞങ്ങൾക്ക് തലസ്ഥാനമില്ല. അങ്ങനെ അമരാവതി തലസ്ഥാനമായിട്ട് വികസിപ്പിക്കാനുള്ള പദ്ധതി മുമ്പ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ സമർപ്പിച്ചതാണ്. പക്ഷെ പിന്നീട് ഈ ജഗൻ റെഡ്ഡി തുടങ്ങിയ ആളുകൾക്ക് വേറെ താല്പര്യങ്ങൾ, മറ്റൊരു സ്ഥലത്തേക്ക് വിശാഖപട്ടണം തുടങ്ങി, അയാൾ അവിടെ വലിയ വീടും ബംഗ്ലാവും കൊട്ടാരവും ഒക്കെ വെക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ ചന്ദ്രബാബു നായിഡു വന്നപ്പോ വീണ്ടും മറ്റേ അമരാവതി തലസ്ഥാനമാക്കി എടുക്കാനുള്ള പദ്ധതിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ സംഗതി അമരാവതി, പിന്നെ പിന്നാക്ക പ്രദേശങ്ങളുണ്ട് അവിടെ, ട്രൈബൽ പ്രദേശങ്ങളും ഒക്കെ ഉണ്ട്, കേരളം പോലെ അല്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബജറ്റിൽ, ഈ ബജറ്റിലല്ല, കഴിഞ്ഞ ബജറ്റിൽ 15,000 കോടി രൂപ പ്രഖ്യാപിച്ചു. ഈ ബജറ്റില് പ്രത്യേക പാക്കേജ് ആന്ധ്രക്കില്ലല്ലോ. കഴിഞ്ഞതിൽ അമരാവതി വികസിപ്പിക്കാനും ഒക്കെ ആയിട്ട് ചെയ്തു. അങ്ങനെയാണ് അത് വന്നത്. അത് പിന്നാക്ക അവസ്ഥയാണ്. അതാണ് ജോർജ് കുര്യൻ പറയുന്നതിന്റെ ന്യായം. അങ്ങനെ അത് പിന്നാക്ക പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക പാക്കേജ്, അങ്ങനെ പ്രത്യേക പാക്കേജ് അസാധാരണ ഘട്ടങ്ങളിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഫിനാൻഷ്യൽ കമ്മീഷൻ അല്ലാത്ത പാക്കേജുകൾ അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ മറ്റേ SCS സ്റ്റാറ്റസ് ഉണ്ടല്ലോ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമ്പോൾ 60 മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമ്പോൾ 60:40 എന്നുള്ള അടിസ്ഥാനത്തിലാണ്. 60 കേന്ദ്രം വഹിക്കുക, 40 സംസ്ഥാനങ്ങൾ വഹിക്കുക. മറ്റേ സംസ്ഥാനങ്ങളിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ ഇത് 90:10 എന്നാണ്. 90% കേന്ദ്രം വഹിക്കും, 10% സംസ്ഥാനം വഹിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽ കേരളം വരില്ലെന്നേ. അതാണ് ജോർജ് കുര്യൻ പറയുന്നത്. ജോർജ് കുര്യൻ പഠിച്ചിട്ടാ പറയുന്നത്. അപ്പോ 90-10 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരണം. ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ പോലെ. ഫിനാൻഷ്യൽ കമ്മീഷൻ അങ്ങനെ പെടുത്തിയിട്ടില്ല. കേരള അതിൽ വരില്ല. എന്തുകൊണ്ട്? കേരളത്തിന് അല്ലാത്ത നികുതി വിഹിതങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇൻകം ടാക്സ് നിന്നുള്ള വിഹിതം കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 ലക്ഷം വരെയുള്ളവർക്ക് കൊടുക്കണ്ടല്ലോ, ടാക്സ് കൊടുക്കണ്ട. അപ്പൊ കേരളത്തിനൊരു 25,000 കോടിയോളം രൂപ എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ കുറവ് വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ 12 ലക്ഷം വരെയുള്ളവർ നികുതി കൊടുക്കണ്ട, ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇൻകം ടാക്സിലെ വിഹിതം കേരളത്തിന് ചിലപ്പോൾ കുറയാൻ സാധ്യത ഉണ്ട്. ഇനി അതിന്റെ ഒരു ടെൻഷനിൽ നിന്നിട്ട് വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കപ്പെടുകയാണ്. ഇൻകം ടാക്സ് കൊടുക്കുന്നവർ കേരളത്തിലും ഇല്ലേ? അപ്പൊ കേരളത്തിലെ മനുഷ്യർക്കും അതിന്റെ ഗുണം കിട്ടുന്നില്ല. ആ പ്രഖ്യാപനത്തിന്റെ ഗുണം ഇവിടെയും കിട്ടുന്നുണ്ടല്ലോ. ബാക്കി പിന്നെ കേന്ദ്ര വിഹിതം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ളത് സാധാരണഗതിയിൽ കിട്ടുന്നത് പോലെയൊക്കെ കിട്ടാറുണ്ട്. ഇന്ന് ഞാൻ മനോരമയിൽ നോക്കിയപ്പോൾ ആ വാർത്ത സാധാരണ മനോരമ പ്രസിദ്ധീകരിക്കുന്നത്, ഇനി എൻ്റെ ശ്രദ്ധ കുറവാണോ എന്നറിയില്ല, ഞാൻ കണ്ടില്ല. സാധാരണ ഫാക്ടിന് ഇത്ര കൊടുക്കുന്നു, റിഫൈനറീസിന് ഇത്ര കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി ഇങ്ങനെയില്ലേ, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓരോന്നിനും നീക്കി വെക്കുന്നത് ഒരു വാർത്തയായിട്ട് വരാറുണ്ട്. അത് അനക്ഷറിലാണ് കാണുക അനുബന്ധ രേഖകളിൽ, അതുണ്ടാവും. അതല്ലാതെ പ്രത്യേക പാക്കേജ് കേരളത്തിനെന്നല്ല ഒരു സംസ്ഥാനത്തിനും ഈ ബജറ്റിൽ ഇല്ല. പിന്നെ കേന്ദ്രത്തിന് എങ്ങനെ കിട്ടണം? അതാണ് ജോർജ് കുര്യൻ പറയുന്നത്. വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ കാര്യങ്ങളിൽ പിന്നാക്കമാണ് ഈ സംസ്ഥാനം. അങ്ങനെ പിന്നാക്കമാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ധാരാളം മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, സാക്ഷരത, സാമൂഹ്യ അവസ്ഥ വളരെ, ആരോഗ്യരംഗത്ത് മോഡലാണ് എന്ന് പറയാറില്ലേ ഇവിടെ? KK ശൈലജയുടെ കാലത്ത് കൊട്ടിഘോഷിച്ചല്ലേ, രാജ്യത്തിന് മാതൃകയാണെന്നൊക്കെ പറഞ്ഞല്ലേ. മറ്റേ വലിയ എക്കണോമിസ്റ്റുകളില്ലേ, നോബൽ സമ്മാനം കിട്ടിയ ആളുകളൊക്കെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം, ആരോഗ്യരംഗം ഒക്കെ മാതൃകയാണ് എന്ന് പറയാറില്ലേ? ഇത് പഴയ ഭരണകാലത്ത് ഉണ്ടായതാണ് ഈ ആരോഗ്യരംഗം ഇങ്ങനെ, അല്ലാതെ ഈ പിന്നീട് വന്ന രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നുമല്ല. അപ്പൊ അമർത്യ സെന്നിനെ കൊണ്ടൊക്കെ പറയിക്കും ഭയങ്കര മാതൃകയാണെന്ന്.
അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടില്ലെന്നേ. വലിയ വളർച്ചയിൽ നിൽക്കുകയാണല്ലോ. അതെ. കേരളത്തിന് ടൂറിസം, മത്സ്യബന്ധനം, റബ്ബർ ഇല്ലേ, പിന്നെ പ്രവാസികൾ, ഒരുപാട് പണം വരുന്നുണ്ട് കേരളത്തിന്. സുഗന്ധദ്രവ്യങ്ങളില്ലേ, ആ രീതിയിലുള്ള ഒരുപാട് പണം അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ സാമൂഹികപരമായി സാമ്പത്തികപരമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം ആയതുകൊണ്ട് നമുക്കത് കിട്ടില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോൾ നമ്മൾ ഇനി ആ അവസ്ഥയിലേക്ക് പോകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ നാണം കെടുത്താനാണ് നമ്മൾ 24,000 കോടി രൂപ പ്രതീക്ഷിച്ചിരുന്നു എന്നാ പറയുന്നത്. 15,000 കോടിയെ ആന്ധ്രയ്ക്ക് കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞ കൊല്ലം പ്രത്യേക പാക്കേജ്. കേരളത്തിന് പ്രത്യേക പാക്കേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, സാമൂഹ്യക്ഷേമം, അതിലൊക്കെ നമ്മൾ പുറകോട്ട് ആണെന്ന് വരണം. പിന്നെ ഒരുപാട് ഇതിൻ്റെ അകത്ത് ക്രിട്ടീരിയ ഉണ്ട്, മാനദണ്ഡങ്ങൾ. ഇൻകം, വരുമാനം, മനുഷ്യരുടെ പോപ്പുലേഷൻ, ജനസാന്ദ്രത കുറവല്ലേ, വളരെ കുറവല്ലേ ഇവിടെ. പിന്നെ ഏരിയ, വനം, വനത്തിൻ്റെ ഏരിയ, വനവാസികളുടെ എണ്ണം, പരിസ്ഥിതി, പിന്നെ ജനസംഖ്യ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ പിന്നാക്കമാണെന്ന് സ്ഥാപിക്കാൻ. അങ്ങനെ പിന്നാക്കമാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുള്ളൂ. ജി എസ് ടി റഷീം വന്നു കഴിഞ്ഞപ്പോൾ സ്വതന്ത്രമായി റവന്യൂ സംസ്ഥാനങ്ങൾക്ക് കിട്ടില്ല, സ്വതന്ത്രമായി നികുതി ഏർപ്പെടുത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഇല്ല, മുമ്പത്തെ ബജറ്റ് പോലെയല്ലല്ലോ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇന്ന മറ്റേതിന് വില കൂട്ടി, മറിച്ചതിന് വില കൂട്ടി എന്നുള്ള നികുതി നിർദ്ദേശങ്ങളില്ലല്ലോ ഇപ്പോൾ ബജറ്റിൽ. സംസ്ഥാനത്തിലുമില്ല, കേന്ദ്രത്തിലുമില്ല. അത് GST വന്നല്ലോ, ഏക നിയമമായിപ്പോയി. പിന്നെ ആർട്ടിക്കിൾ 28 ഫിനാൻസ് കമ്മീഷൻ രൂപവത്കരിക്കുന്ന ആർട്ടിക്കിളാണ്. അതിൻ്റെ അകത്ത് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആന്ധ്രയ്ക്ക് ഈ അമരാവതി പോളവാരം പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. 2018 മുതൽ സ്പെഷ്യൽ പാക്കേജ് ആന്ധ്ര ചോദിക്കുന്നുണ്ടായിരുന്നു. റീഓർഗനൈസേഷൻ ആക്ട് വന്ന ശേഷം ഒന്നും കിട്ടിയില്ല അവർക്ക്, പുതിയ സംസ്ഥാനമായിട്ടും. അങ്ങനെ കൊടുത്തു. 32% നിന്ന് കേന്ദ്രങ്ങൾക്ക് കിട്ടുന്ന, സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് 42% ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് മറ്റേ ഈ ഇൻകം ടാക്സ് തുടങ്ങിയ സംഗതികളില്ലേ, ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ 42% നമുക്ക് കിട്ടും. 12 ലക്ഷം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ കൊല്ലം കിട്ടുന്ന 25,000 കോടി എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഈ ഇൻകം ടാക്സിൽ നിന്നുള്ളത് ചിലപ്പോൾ കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാസ്തവം. ജോർജ് കുര്യൻ പറയുന്നത് അച്ചട്ടാണ്. കേന്ദ്രത്തിന് സ്പെഷ്യൽ പാക്കേജ് വയനാടിൻ്റെ കാര്യത്തിലും കിട്ടാൻ ഒരു സാധ്യതയില്ല. എന്താണെന്നറിയോ, അതിൽ പല സംസ്ഥാനങ്ങൾക്കും ഉത്തരാഖണ്ഡ് പോലെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ സ്പെഷ്യൽ പാക്കേജ് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിനെ മൊത്തം ബാധിച്ചിട്ടുണ്ടോ, ആ ജില്ലയെ മൊത്തം ബാധിച്ചിട്ടുണ്ടോ, അങ്ങനെയാണിത് ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇല്ല. എന്നാലും അതൊരു നാഷണൽ കലാമിറ്റി ആയിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ ഒതുങ്ങിയാൽ പോരാ. ഈ ദുരന്തം ഈ സംസ്ഥാനം വ്യാപിക്കണം, അല്ലെങ്കിൽ ജില്ലയിലെങ്കിലും ഫുൾ ആയിട്ടുണ്ടാവണം. ഇതൊന്നും ഉണ്ടാകുന്നില്ല, ഒരു പ്രത്യേക മേഖലയിൽ മാത്രമാണ് ഉണ്ടായത്. അതാണ് വയനാടിന്റെ പ്രശ്നം. അത് നമ്മളെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമാണെങ്കിലും കേന്ദ്രം അത് കണക്കെടുക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക മേഖലയിലുണ്ടായ ദുരന്തം അങ്ങനെ കണക്ക് കൂട്ടുന്നുള്ളൂ. ഈ മറ്റേ 2018 പ്രളയം എന്ന് പറഞ്ഞാലും ഈ ഇങ്ങോട്ട് മാത്രമല്ലേ ഉണ്ടായുള്ളൂ, അത്രേ ഉള്ളൂ. മധ്യമേഖലയിലൊക്കെ മാത്രമേ ഉണ്ടാവൂ. അതെ, അതായത് ഒരു വലിയ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ അത് നാഷണൽ കലാമിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സ്പെഷ്യൽ പാക്കേജും വരുള്ളൂ. ഹൈക്കോടതിയിൽ കേസ് വന്നതാണല്ലോ. അതെ, ഇപ്പോൾ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് മുഖ്യമന്ത്രിയുടെ, അതിൻ്റെ അകത്ത് പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞത്. മര്യാദയ്ക്ക് കാണേണ്ട 600 കോടി രൂപയ്ക്ക് പകരം 76 കോടിയേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞേ. ബാക്കി പൈസ എന്തിനാണ് അപ്പം ചെലവാക്കിയത്? അതിൻ്റെ അകത്ത് ഒരുപാട് കേന്ദ്രം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ തീർക്കാവുന്ന കാര്യങ്ങളാണ്. സംസ്ഥാന മന്ത്രിസഭ പാസ്സാക്കിയിട്ടുണ്ട് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാം എന്ന്. പക്ഷേ സംസ്ഥാനം എന്ത് പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ മൂരാളുങ്കൽ സൊസൈറ്റിയാണ് ഏൽപ്പിക്കുക. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിലും അവിടുത്തെ പണി മുഴുവൻ നടത്തുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ അകത്ത് കേരളത്തിന് ഇത് കിട്ടാനായിട്ട് പ്രത്യേക പാക്കേജിന് അർഹതയില്ല.
അർഹതയുള്ളതായിട്ട് സംസ്ഥാനം തെളിയിച്ചിട്ടില്ല. ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാനം കഴിഞ്ഞ കൊല്ലമല്ലേ കൊടുത്തുള്ളൂ, അമരാവതിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. വേറെ എന്താണ് അവിടെ ഈ ആമ്പൽ പോലുള്ള സസ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു മക്കാന ബോർഡ് വരുന്നുണ്ട് ഇല്ലേ? പിന്നെ അവിടെ ഒരു ബുദ്ധിസ്റ്റ് ടൂറിസം, ബുദ്ധബാധ അങ്ങനെ ഒരു സംഗതി വരാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പൊന്നും അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്തിട്ടുമില്ല. തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ മകൻ 42 വയസ്സോ 46 വയസ്സോ ഒക്കെ ആയിട്ടുണ്ട്. നിതീഷ് കുമാറിൻ്റെ മകൻ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെ അവിടെ നിന്ന് നമുക്കറിയാം. അവിടെ നല്ല ഭരണമാണെങ്കിൽ അവിടെ ജയിച്ചു പോരും. ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജനങ്ങളല്ലേ വോട്ട് ചെയ്യുക. ആദ്യം ഈ ബജറ്റ് നിർദ്ദേശങ്ങളുമായിട്ടൊന്നും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് അർഹതയില്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല. പ്രത്യേക പാക്കേജ് കേരളത്തിനെന്നല്ല ഒരു സംസ്ഥാനത്തിനും കൊടുത്തിട്ടില്ല. ഇതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.